അത് കണ്ടോ? യെസ് അത് എടുക്കടാ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഉരുമണ്ട് ട്രെയിനിലാണ് നമ്മൾ പോണത്. ട്രെയിൻ ഇത്ര നേരമായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്രാവശ്യം ഒരാൾ കൂടി ഉണ്ട്, അത് ഞാൻ പരിചയപ്പെടുത്തി തരാം. സജിലാണ് ഇപ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ പുതിയതായിട്ട് വന്നേക്കണത്. ബാക്കിയുള്ളവർക്ക് സെയിം തന്നെ, നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം. അങ്ങനെ നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. മാവേലി എക്സ്പ്രസ്സിലാണ് നമ്മൾ പോണത്. ഏകദേശം രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേനും നമ്മൾ കാസർഗോഡ് എത്തും. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. രാത്രി കൊണ്ട് അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും കൂടി ഞങ്ങൾ വേഗം ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് വേഗം കിടക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി തുടങ്ങി. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് നാളെ കാണാം. അങ്ങനെ ഒരു 6:30 നമ്മൾ കാഞ്ഞങ്ങാട് എത്തി. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് പോകാനുള്ളത്. Yes, we are in Kasargod. കാഞ്ഞങ്ങാട് നിന്ന് റാണിപുരത്തേക്ക് 7:30ക്കാണ് ബസ്സുള്ളത്. അപ്പോൾ തന്നെ നമ്മൾ ചായ കുടിച്ച് ബസ്സിൽ കയറിയിരുന്നു. ബസ്സിലങ്ങനെ കാര്യമായ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. കാഞ്ഞങ്ങാട് നിന്നും റാണിപുരത്തേക്ക് 1 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട്. ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് വെറും 63 രൂപ മാത്രമാണ്. അങ്ങനെ നമ്മൾ റാണിപുരം എത്താനായിട്ട് ഇവിടെ ഒരു 5 മിനിറ്റിൻ്റെ യാത്ര ഉള്ളതെന്നാണ് കണ്ടക്ടർ പറഞ്ഞത്. കാസർഗോഡ് ജില്ലയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാമം കൂടിയാണ് ഈ റാണിപുരം. ഇതിൻ്റെ ഫസ്റ്റത്തെ പേര് മടത്തുമല എന്നായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിലാണ് റാണിപുരം സ്ഥിതി ചെയ്യുന്നത്. കേരള കർണാടക ബോർഡർ കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി റാണിപുരം എത്തിയിരിക്കുകയാണ്. ബസ് സെറ്റായി. അപ്പോൾ ഞങ്ങൾ ഫൈനലി റാണിപുരത്ത് എത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് വരുന്നത് 50 രൂപയാണ്. ഇവിടെ ക്യാഷ് എടുക്കില്ല, കാർഡ് യൂസ് ചെയ്യാൻ മാത്രമേ. കൂടാതെ ഇവിടെ പ്ലാസ്റ്റിക് അലൗഡല്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കവർ ചെയ്ത് കൊടുക്കുന്നത് പ്ലാസ്റ്റിക്കിലായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. മലയാളം വിളിച്ചതൊന്നും ഫുഡൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ബസ്സിൽ കയറിയ സെയിം അവസ്ഥ തന്നെ. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ റാണിപുരത്ത്. സജിൽ വണ്ടി കൊണ്ട് ഇളക്കും. അങ്ങനെ നമ്മൾ അഗൈൻ യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇവിടെ പകുതി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ബാക്കി നമ്മൾ മലയുടെ മുകളിലേക്ക് സ്നേഹിക്ക ഏത് ലെഫ്റ്റ് കർണാടക മഞ്ഞ് ഉണ്ടാ? മഞ്ഞുള്ളൂ കർണാടകയിൽ കാലുത്തണ്ട. ഹായ് കർണാടക കേട്ടാ, ഇടിയിട്ടും സൂപ്പർ. സജിൽ അതെന്തത് ക്യാമറ കണ്ടുപിട്ടിയ എങ്ങനുണ്ട്? അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നൈസായിട്ട് മഴ ചാറുണ്ട്. യെസ് ആ കാണുന്നതാണ് റാണിപുരം. അങ്ങോട്ടെത്തണം. അയ്യോ ടെക്കണ്ട, അയ്യോ പെട്ട്.
അഭിവായിലെടുക്കടാ. വാടാ പോവാ, കുറച്ചുകൂടി കയറാണ്ട് വായ പോയ. രണ്ടടി മുകളിലേക്ക് വെച്ചൂടെ നിനക്ക്? എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ജീവിതത്തിൽ കൂടെ പിടിക്കില്ലട്ടോ. ഇവക്ക് കയറി വരുമ്പോ എത്ര സമയം എടുക്കൂലേ? ചിലപ്പോ കഴിഞ്ഞ കൊല്ലൊക്കെ കയറി തുടങ്ങിയത് അല്ലേ? ഇവിടെ എത്തിയിട്ടുള്ളോ? കേറി കയറി വലുതായി. കുഞ്ഞു കുട്ടിയാകുമ്പോ യാത്ര എന്താ? വാടാ പോവാ. പിന്നിൽ വാടാ സദ്യന്മാരെ. വായോ, നിങ്ങളെവിടെ? അവ എല്ലാരും പൊക്കോ. ആ പറഞ്ഞോ, പറയ്. ലൈറ്ററായിട്ട് വന്നാൽ നീട്ടം വരുമ്പോ ഓക്കേടാ. ആ വ്യൂ നോക്കിയേ. എടാ അതിടാ വീട് പോലല്ലേ. നിക്ക് ഈ വീഴക്ക്. അങ്ങനെ നമ്മുടെ സജ്ജിൽ കുറച്ച് ഷോട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടുപോയിട്ട് അഭിപ്രായം പറയും. ഉള്ളിക്ക് പോവും. സോറി എന്നിട്ടാ കൊല്ലാനെ ഡാൻസിങ് അട്ട അങ്ങനെ ഇത് കണ്ടണ്ടായി. എന്തപ്പ ചെയ്യാ? ബ്ലോക്ക് ചെയ്താലേ എന്ത് ഇല്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്. കാരണം ഇങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് വന്നൊന്നും കിട്ടില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഗവിക്ക് പോയിട്ട് തന്നെ ഒരു വട്ടം പെട്ടതാണ്. അങ്ങനെ നമ്മൾ അഗെയിൻ നടന്നു തുടങ്ങി. ഇതിന് ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ കൂടി ഉള്ളത് തോന്നുന്നു. എത്തൂടാ, കണ്ടതാണ് ഈ മരൊക്കെ നോക്കി ജാതി ലുക്ക്. മുത്തുമണികളെ വായോ, സെറ്റല്ലേ വഴി? റൈറ്റിൽ കടാ, ലെഫ്റ്റിൽ കയറ്റം. ഇതൊന്നും കാണാനില്ല ചേട്ടാ. നീ വഴി നോക്കി പൊക്കോ. എത്തിയാ എടാ, ഞാൻ ചായക്കടയിലുണ്ട് കേട്ടാ, വഴി ചോദിക്കട്ടെ. അങ്ങനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ മല കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ റാണിപുരത്തിൻ്റെ വ്യൂ പോയിന്റ് എത്തിയെന്നാണ്. സജ്ജിലേ ഈ വഴി. സമയം ഉച്ചക്ക് 12 മണിയാണ്. ഇതാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. വായോ വായോ വാടാ, സ്പോട്ടുണ്ട്, വാ. അത് മലയിടം മുത്തുമണികളെ വായോ, കാണാണ്ട. എന്താണ് വായോ, ആ അവിടുത്തെ കോടൊക്കെ പോവും, അപ്പൊ സെറ്റാവും. വായോ വാടാ, അങ്ങനൊന്നുമില്ല, വാ. അയ്യോ ഇറങ്ങിക്കോ. ഞങ്ങൾ മല ലാസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്, നോക്കൂ. ഇതെന്താണ്, എൻ്റെ തന്നെ റാണിപുരം. ആരുമില്ല, നമ്മൾ മാത്രം.
മഴ പെയ്തു വേറെ ഇങ്ങോട്ട് ഇട്ടാ പോവാ. അപ്പൊ ശരി, ഇനി നാട്ട അടിക്കും. നായ പ്രാണിപുരം ശരി.